ഒരു ചതുരത്തിൻ്റെ നീളം വീതിയുടെ ഇരട്ടിയാണ്. നീളം 11 സെൻറ്റിമീറ്റർ കൂടുകയും വീതി 5 സെൻറ്റിമീറ്റർ കുറയുകയും ചെയ്താൽ വിസ്തീർണം 75 സെൻറ്റിമീറ്റർ സ്ക്വയർ കൂടുന്നു. ആദ്യ ചതുരത്തിൻ്റെ നീളം എത്ര? ഓപ്ഷൻസ് 24 സെൻറ്റിമീറ്റർ, 26 സെൻറ്റിമീറ്റർ, 2.6 മീറ്റർ, 2.4 മീറ്റർ. ഇവിടെ രണ്ട് ചതുരങ്ങളുണ്ട്. ആദ്യ ചതുരത്തിൻ്റെ നീളവും വീതിയും തമ്മിലൊരു ബന്ധമുണ്ട്. വീതിയുടെ ഇരട്ടിയാണ് നീളം. അവിടെ ഇരിക്കട്ടെ. രണ്ടാമത്തെ ചതുരം പറഞ്ഞാൽ ആദ്യ ചതുരത്തിൻ്റെ നീളത്തിനോട് 11 കൂട്ടുകയാണ് നീളം. അതുപോലെ വീതിയോ ആദ്യത്തെ ചതുരത്തിൻ്റെ വീതിയില്ലേ അതിനേക്കാൾ 5 കുറവുമാണ്. അങ്ങനെ ചെയ്താൽ ആദ്യത്തെ ചതുരത്തിൻ്റെ നീളത്തിനേക്കാൾ 11 കൂട്ടും ചെയ്യുക, വീതി 5 കുറയ്ക്കും ചെയ്താൽ രണ്ടാമത്തെ ചതുരത്തിന് എന്ത് സംഭവിക്കും? അതിൻ്റെ വിസ്തീർണം 75 സെൻറ്റിമീറ്റർ കൂടും. നമ്മൾ കണ്ട് ആദ്യ ചതുരത്തിന് നീളം കാണണം. അപ്പോൾ ആദ്യ ചതുരം എന്ന് എഴുതിയിട്ട് നമുക്ക് നീളം വീതിയുടെ ഇരട്ടിയാണ്. അപ്പോൾ വീതി എക്സ് എടുത്താൽ നീളം അതിൻ്റെ ഇരട്ടി എടുക്കുക. നീളം വീതിയുടെ ഇരട്ടി. അപ്പോൾ നമുക്ക് അതിൽ വീതി സമം എക്സ് എന്നെടുക്കുക. അപ്പോൾ നീളം എന്ന് പറയുന്നത് എന്തായിരിക്കും? നീളം വീതിയുടെ ഇരട്ടി 2x. ഇത് സെൻറ്റിമീറ്റർ വീതി എന്നുള്ളതായി. നമുക്കിതിൻ്റെ വിസ്തീർണം കാണാം. ആദ്യ ചതുരത്തിൻ്റെ ഏരിയ കാണാം. നീളം ഇൻറ്റു വീതിയാണ് നമുക്കറിയാം. L ഇൻറ്റു ബി ആണ് നീളം ഇൻറ്റു വീതി. ഗുണിക്കുക എക്സ് ഇൻറ്റു 2x ഗുണിക്കുമ്പോൾ 2x സ്ക്വയർ എന്ന് വന്നു. 2x സ്ക്വയർ സെൻറ്റിമീറ്റർ സ്ക്വയർ ചതുരശ്ര സെൻറ്റിമീറ്റർ. അപ്പോൾ ആദ്യ ചതുരത്തിൻ്റെ വീതി എഴുതി, നീളം എഴുതി, അതിൽ നിന്ന് വിസ്തീർണം കണ്ടുപിടിച്ചു. 2x സ്ക്വയർ എന്ന് കിട്ടി. ഇനി നമുക്ക് രണ്ടാം ചതുരത്തിൻ്റെ കാര്യം നോക്കുക. രണ്ടാം ചതുരത്തിൻ്റെ കാര്യത്തിൽ എന്താ പറയുന്നത്? നീളം 11 കൂടുകയാണ്. അപ്പോൾ നീളം എഴുതുക. രണ്ടാം ചതുരത്തിൻ്റെ നീളം എന്താ ചെയ്യുന്നത്? 11 കൂടുകയാണ്. ഈ ആദ്യ ചതുരത്തിൻ്റെ നീളം എത്രയാണ്? 2x. 11 കൂടുമ്പോൾ എന്താവും? 2x + 11 അത്രയും സെൻറ്റിമീറ്റർ. അതുപോലെ ഇനി അതിൻ്റെ വീതി എഴുതുക. അതിൻ്റെ വീതിയെക്കുറിച്ച് എന്താ പറയുന്നത്? വീതി 5 കുറയാണ്. ആദ്യ ചതുരത്തിനേക്കാൾ വീതി 5 കുറയും. ആദ്യ ചതുരത്തിൻ്റെ വീതി എത്രയാണ്? x ആണ്. അതിൽ നിന്ന് 5 കുറവ്. അപ്പോൾ x - 5 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് രണ്ടാം ചതുരത്തിൻ്റെ നീളവും വീതി എഴുതി. ഇനി അതിൻ്റെ വിസ്തീർണം കാണുക. രണ്ടാം ചതുരത്തിൻ്റെ വിസ്തീർണം. അപ്പോൾ സൂത്രവാക്യം വീണ്ടും ഏരിയ കാണാനുള്ള L ഇൻറ്റു ബി ആണ്. നീളം ഇൻറ്റു വീതിയാണ് രണ്ടാം ചതുരത്തിൻ്റെ വിസ്തീർണം. നമുക്ക് വില കൊടുക്കുക. ഇത് രണ്ടും കൂടി ഗുണിക്കണം. 2x + 11 ഇൻറ്റു x - 5 എന്ന് വരും. സമം ഇത് നമുക്ക് ഗുണിക്കാൻ എന്താ ചെയ്യുക? ഇതുകൊണ്ട് 2x + 11 ഇൻറ്റു x - 5 പറയുമ്പോൾ ഇതിലത്തെ 2x കൊണ്ട് 2നെ ഗുണിക്കണം, 11 കൊണ്ട് 2നെ ഗുണിക്കണം. 2x ഇൻറ്റു എക്സ് 2x സ്ക്വയർ. അത് രണ്ട് പോസിറ്റീവാണ്, +2. 2x ഇൻറ്റു -5 -10x. 2x ഇൻറ്റു -5 -10x. 11 ഇൻറ്റു എക്സ് + 11x. 11 ഇൻറ്റു -5 -55. ഈ 2x സ്ക്വയർ അതുപോലെ ഇടുക. 2x സ്ക്വയർ നമുക്ക് ഇത് രണ്ടും കൂടി ചെയ്യാം. കാരണം ഇത് രണ്ടും x ആണ്. -10x + 11x. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നെഗറ്റീവ് പോസിറ്റീവ് ആകുമ്പോൾ കുറച്ചിട്ട് വലുത് ചെയ്യണം. അപ്പോൾ 11 10 കുറച്ചാൽ 1 എന്ന് വരും. 1x എന്ന് വരും. ഇതിൽ വലുത് 11 ആണ്. അപ്പോൾ അത് പോസിറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് +1x അല്ലെങ്കിൽ +x എന്ന് എഴുതിയാൽ മതി. പിന്നെ -55. നമുക്ക് രണ്ടാമത്തെ ചതുരത്തിന്റെ വിസ്തീർണം കിട്ടി. ഇനി നമുക്ക് ഈ രണ്ട് ചതുരങ്ങളുടെ വിസ്തീർണങ്ങൾ തമ്മിലുള്ള ബന്ധം പറയുന്നുണ്ട്. എന്താണ്? ആദ്യ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വിസ്തീർണം 75 സെൻറ്റിമീറ്റർ കൂടുന്നു. ആദ്യത്തെ ചതുരത്തിനേക്കാളും ഇതിന്റെ വിസ്തീർണം എത്രയാണോ അതിനേക്കാൾ 75 കൂടുതലാണ് ഇതിന്റെ വിസ്തീർണം. അപ്പൊ നമ്മൾ ഈ ആദ്യത്തെ ചതുരത്തിന്റെ വിസ്തീർണം എഴുതുക. എത്രയാണ്? 2x സ്ക്വയർ. അതിനേക്കാൾ 75 കൂടുതൽ വന്നാൽ അതിന്റെ കൂടെ 75 കൂട്ടുക. 2x സ്ക്വയർ + 75 സമം ഇതിന്റെ കൂടെ 75 കൂടുതലാണ് ഏത്? രണ്ടാമത്തെ വിസ്തീർണം. എന്നിട്ട് അപ്പുറത്ത് അത് എഴുതുക. 2x സ്ക്വയർ + x - 55. നമുക്ക് ഇതിന് x ആണ് കാണുന്നത്. അപ്പൊ x ഒക്കെ ഒരു ഭാഗത്തും സംഖ്യയുടെ മറുഭാഗത്തും എഴുതുക. x ഇവിടുത്തെ എന്താണ്? 2x സ്ക്വയർ. പിന്നെ ഇവിടെ x ഇല്ല. ഈ 2x സ്ക്വയർ വന്നു -2x സ്ക്വയർ. ഈ x ഇവിടെ വന്നു -x. അപ്പൊ x ഒക്കെ ഒരു ഭാഗത്തായി. സമം ഇപ്പുറത്ത് എന്തുണ്ട്? -55. പിന്നെ ഈ +75 അങ്ങോട്ട് എടുത്തു. -75 വരും. -55 ഇവിടെ ഉണ്ട്. -75. ഇത് 2x സ്ക്വയർ കുറച്ചാൽ 0. പിന്നെ -x അതായത് -1x സമം ഇങ്ങനെ വരുമ്പോൾ നെഗറ്റീവ് കൂട്ടി ഇടുകയുണ്ട്. 55 5 60 70 130. അപ്പൊ -x 130 ആണ്. അപ്പൊ x എത്രയായിരിക്കും? 130. -x 130. അപ്പൊ x 130. ഈ x എന്താ നോക്കുക. നമുക്ക് ആദ്യ ചതുരത്തിന്റെ വീതിയാണ് x. അത് എത്ര നമുക്ക് കിട്ടി? എത്രയാണ്? 130 കിട്ടി. ആദ്യ ചതുരത്തിന്റെ വീതി 130 സെന്റിമീറ്റർ. നമുക്ക് കാണേണ്ട ആദ്യ ചതുരത്തിന്റെ നീളമാണ്. അത് എത്രയാണ്? 2x. അതിന്റെ ഇരട്ടിയാണ്. അപ്പൊ ആദ്യ ചതുരത്തിന്റെ നീളം എന്താണ്? 2x. 2 കൊണ്ട് ഗുണിക്കുക. 2 × 130 എത്ര വരും? 260 സെന്റിമീറ്റർ വരും. ആദ്യ ചതുരത്തിന്റെ നീളം 260 സെന്റിമീറ്റർ. ആദ്യ ചതുരത്തിന്റെ നീളം എത്ര? 260 സെന്റിമീറ്റർ. ആ ഓപ്ഷനിൽ ഇതില്ല.
കേട്ടോ. അപ്പൊ നമുക്ക് എന്താണ് ഓപ്ഷൻ ഇവിടെ 24 സെന്റിമീറ്റർ 26 സെന്റിമീറ്റർ അത് എഴുതുമല്ല, പക്ഷെ അവിടെ മീറ്റർ ഉണ്ട്. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്ത് മീറ്റർ ആക്കി നോക്കണം. സെന്റിമീറ്ററിനെ എങ്ങനെ മീറ്റർ ആക്കുക? സെന്റിമീറ്ററിനെ മീറ്റർ ആക്കാൻ 2 ദശാംശ സ്ഥാനം കണ്ടുപിടിക്കാൻ പറ്റും. അതായത് 100 കൊണ്ട് ഹരിക്കുക. അപ്പൊ എന്താവും? 2 സ്ഥാനത്തേക്കുമ്പോൾ 2.6 2.6 മീറ്റർ. അപ്പൊ നമുക്ക് ഓപ്ഷൻ 2 2.6 മീറ്റർ ആണ് കറക്റ്റ്.